ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക തച്ചുടച്ചത്. ഇതിൽ ഫോർദോ നിലയം തകർന്നത് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകമായി പരാമർശിച്ചു. ഫോർദോ തകർക്കുക എന്നത് ഇസ്രായേലിനും അനിവാര്യതയായിരുന്നു. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime: Fordo, Natanz, and Esfahan. ഇറാന്റെ ആണവ നിലയങ്ങൾ നശിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ എടുത്തു പറഞ്ഞ ആണവ നിലയത്തിന്റെ പേരാണ് ഫോർഡോ. ട്രംപ് എന്തിനാകും ഫോർഡോയുടെ പേര് എടുത്തു പറഞ്ഞത്? മാസങ്ങൾക്ക് മുൻപേ ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയെക്കുറിച്ച് ഇസ്രയേൽ അമേരിക്കയോട് സൂചിപ്പിച്ചപ്പോഴും പ്രത്യേകം പരാമർശിച്ചത് ഫോർഡോ ആണ്. ഫോർഡോയെ നശിപ്പിക്കാൻ ഇസ്രയേലിന് ഒറ്റയ്ക്കാകില്ലെന്നും അമേരിക്കയുടെ സഹായം വേണ്ടിവരുമെന്നും വിമർശകരെ പോലെ നെതന്യാഹുവിനും ബോധ്യമുണ്ടായിരുന്നു. മലകൾക്കിടയിൽ ഇറാൻ ഒളിപ്പിച്ച ആണവ കേന്ദ്രം. ടെഹ്റാനിൽ നിന്നും 95 കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്താണ് ഫോർഡോ. മലമടക്കുകൾക്ക് ഇടയിലുണ്ടാക്കിയ തുരങ്കം. ഏതാക്രമണവും ചെറുക്കാനാകുന്ന ശേഷി. ഭൗമോപരിതലത്തിൽ നിന്നും 300 അടി താഴ്ചയിലാണ് ഫോർഡോ. യുറേനിയം വൻതോതിൽ ഇറാൻ സംഭരിച്ച് സമ്പുഷ്ടീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മാത്രമല്ല, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മിസൈൽ താവളത്തിന്റെ ഭാഗവുമായിരുന്നു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഫോർഡോ. IAEAയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാന് 5-ൽ കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രം മതിയാകും. 2015-ൽ US-മായി ഉണ്ടാക്കിയ ആണവ കരാർ പ്രകാരം ഫോർഡോയിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഇറാൻ നിർത്തിവച്ചിരുന്നു. എന്നാൽ 2018-ൽ കരാറിൽ നിന്നും ട്രംപ് പിന്മാറിയതിനെ തുടർന്ന് ഇറാൻ പ്രവർത്തനം പുനരാരംഭിച്ചു. പാറകൾക്കും കോൺക്രീറ്റിനുമിടയിലെ ഫോർഡോ ആണവ കേന്ദ്രത്തിന്റെ ആഴത്തിലെത്താൻ US-ന്റെ GBU-57 എന്ന ബങ്കർ ബസ്റ്റർ ബോംബിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇതിനാണ് ഇസ്രയേൽ അമേരിക്കയുടെ സഹായം തേടിയതും. ഫോർഡോയിൽ ബങ്കർ ബസ്റ്റർ തുളച്ചു കയറിയപ്പോൾ ഇറാന് സ്വാഭാവികമായും പൊള്ളി. കീഴടങ്ങാതെ ഇറാന് മുൻപിൽ മറ്റെന്ത് പോംവഴി? ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.